ഉത്സവത്തിരക്കിനിടയിൽ കുട്ടികളുടെ ശ്രദ്ധയാകർഷിക്കാനായി ബലൂൺ വിൽപ്പനക്കാരൻ ഒരു പണി ഒപ്പിച്ചു. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അത് ആകാശത്തേക്ക് പറത്തിവിട്ടു. ആകാശത്ത് പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ തത്തിക്കളിക്കുന്നത് കണ്ട കുട്ടികൾ ഓരോരുത്തരായി ഓടി വന്ന് ബലൂണുകൾ വാങ്ങി അയാളുടെ കച്ചവടം കൊഴുത്തു. ഉത്സവത്തിൻ്റെ തിരക്കൊഴിഞ്ഞപ്പോൾ അയാൾ മെല്ലെ വിശ്രമിക്കാനിരുന്നപ്പോൾ കറുത്ത് മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യൻ അയാളുടെ അടുത്ത് വന്ന് ചോദിച്ചു, ബലൂൺ മാമ, ബലൂൺ മാമ, കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോഴാണ് അയാൾ നോക്കിയത്. ആകാശത്ത് പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ തത്തിക്കളിക്കുന്നുണ്ട്. അതിലൊന്നുപോലും കറുത്ത ബലൂൺ ആയിരുന്നില്ല. അയാൾ തൻ്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അത് ആകാശത്തേക്ക് പറത്തിവിട്ടു. അത് മെല്ലെ മെല്ലെ ഉയർന്ന് മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് സന്തോഷമായി. സന്തോഷവാനായ കുട്ടിയെ ചേർത്ത് അണച്ചു പിടിച്ചിട്ട് ഈ ബലൂൺ മാമ അവൻ്റെ കാതിലിങ്ങനെ മന്ത്രിച്ചു, മോനെ, ബലൂണിൻ്റെ നിറമല്ല, ബലൂണിൻ്റെ രൂപമല്ല, അതിൻ്റെ ആകൃതിയല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അതിൻ്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ആരാണെന്നോ, നമ്മുടെ ജാതി എന്താണെന്നോ, മതം എന്താണെന്നോ, രാഷ്ട്രീയം എന്താണെന്നോ, വിദ്യാഭ്യാസം എന്താണെന്നോ, നമ്മുടെ ബോഡി ഷേപ്പ് എന്താണെന്നോ, നമ്മുടെ ജീവിതാവസ്ഥ എന്താണോ, ഇതൊന്നുമല്ല നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിശ്വാസങ്ങളുമാണ്. ഉയർന്ന സ്വപ്നങ്ങളും പോസിറ്റീവായ വിശ്വാസവും തീവ്രമായ ആഗ്രഹവും നമുക്കുണ്ടാവട്ടെ. അത് നമ്മുടെ ജീവിത വിജയത്തിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മളെ ഉയർത്താൻ പര്യാപ്തമാണ്.